ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് സത്യം പറഞ്ഞാൽ വന്നത്. ബ്രേക്കപ്പിന്റെ ഒരു റീസൺ എന്താ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എന്താന്ന് വെച്ചിട്ട് ഞാനൊരു അകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഗൈസ് കറക്റ്റ് കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ റിലേഷൻ ബ്രേക്കായി. ഞങ്ങൾ കുറച്ച് നാളായിട്ട് വഴക്കാണ്. വഴക്കിടും കൂടും അങ്ങനെ തലയാട്ടിയ പോലെ ഞാൻ കൂടി ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി നമ്മളെ പറഞ്ഞ് പറ്റിക്കുകയാണെങ്കിൽ രണ്ട് വൈബാ. അപ്പൊ ഒരു സമാധാനവും ഹാപ്പിനെസ്സും ഒന്നും രണ്ടുപേർക്കും ഇല്ലായിരുന്നു. നിങ്ങൾ ഞങ്ങളെ ഇടക്ക് വഴക്കിടും, ബ്രേക്കപ്പ് ആവും. പക്ഷെ ബ്രേക്കപ്പ് ആവാനും വേണ്ടിയിട്ടുള്ള റീസൺ ഒന്നും ഇല്ലായിരുന്നു. ശ്രദ്ധിച്ചറിയാം, ഞാൻ വ്ളോഗ് ഒന്നും ഇടുന്നില്ലായിരുന്നു കുറെ നാൾ കൊണ്ട്. എനിക്ക് വ്ളോഗ് ഒന്നും എന്റെ വീഡിയോ ഒക്കെ വരുന്നില്ല. ഡിപ്രഷൻ ആയിട്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അതൊക്കെ വെറുതെയാണ് ഗൈസ്. അവന് സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് വീഡിയോ ഇടാതിരുന്നത്. പിന്നെ ഒരിടമുണ്ട് പിന്നെ അത് കാണിക്കാണ്ടായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ എനിക്ക് ആദ്യമേ സഞ്ജുന വലിയ ഇഷ്ടമില്ലായിരുന്നു. ഓക്കെ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനും അവളും കൂടെ ഒരുമിച്ച് എടുത്തൊരു ഡിസിഷനാണ് ഗൈസ് ബ്രേക്കപ്പ്. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ റോഡിലല്ല, വീട്ടിൽ പോയി കിടന്ന് വഴക്കുണ്ട്. ചുമ്മാ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ തോന്നുന്നു. അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നണത്. അതെ, ഞാൻ 20 ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര തെറിവിളിയും ചീത്തവിളിയും. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടിയും. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ബ്ലാങ്ക് ആവുക. ഓക്കെ, പിന്നെ പറ്റുവാണെങ്കിൽ കുറച്ച് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിൽക്ക. ഇതൊക്കെ ആള് വീതം പറയണോ? എന്ത് കഷ്ടം. നിന്നോട് കൂടെ പറഞ്ഞത്. ഞാനും പോവാം. കുട്ടി കുറച്ച് കാറ്റ് കിട്ടട്ടെ.